ഹലോ ഗായ്സ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൗദിയിൽ പിന്നെ നമ്മൾ തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വന്നിട്ട് നമ്മൾ ഇന്ത്യയിൽ നിന്ന് കൊണ്ടുവന്ന നമ്മുടെ പെട്ടി നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അപ്പം ഇതാണ് നമ്മുടെ രണ്ട് പെട്ടി. നമുക്കിത് തുറന്നു നോക്കാം ഗൈസ്. നമ്മൾ നന്നായിട്ട് കവർ ചെയ്തിട്ടാണ് കേട്ടോ നമ്മുടെ പെട്ടി കൊണ്ടുവന്നത്. കാരണം പെട്ടിയൊക്കെ ഇങ്ങനെ റാപ്പ് ചെയ്യാതൊക്കെ വന്നു കഴിഞ്ഞാൽ അതിന് സ്ക്രാച്ചസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ പെട്ടി ഭയങ്കര സേഫായിട്ട് വീട്ടിൽ നിന്ന് റാപ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം എയർപോർട്ടിൽ നമ്മൾ റാപ്പ് ചെയ്യുമ്പോൾ അതിന് ഒരു പെട്ടിക്ക് എന്തോ 500 രൂപയോ മറ്റോ മേടിക്കും ഗൈസ്. അപ്പം വീട്ടിൽ തന്നെ ഒരു റാപ്പർ വാങ്ങിയിട്ട് ഇതുപോലെ കവർ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ നമുക്ക് പെട്ടി പൊട്ടിക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ പെട്ടിയൊക്കെ ഇന്റർനാഷണൽ ആണെങ്കിലും ഡൊമസ്റ്റിക് ആണെങ്കിലും ഫ്ലൈറ്റിൽ നമ്മൾ പാക്ക് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഈ നമ്മുടെ ഹാൻഡ് ക്യാരി അല്ലാതെ ഇങ്ങനത്തെ ലഗേജിൽ നമ്മൾ മാക്സിമം നമ്മുടെ ഇലക്ട്രോണിക് ഐറ്റം വെക്കാതിരിക്കാം. സ്പെഷ്യലായിട്ട് ഈ മറ്റേ പവർ ബാങ്ക് അങ്ങനത്തെ ഉള്ള സാധനങ്ങൾ നമ്മൾ വെക്കാതിരിക്കാം. എന്നാലും നമ്മൾ വന്ന വഴിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ പവർ ബാങ്ക് ഇതിലായിപ്പോയി ഗൈസ്. എന്നിട്ട് കസ്റ്റംസുകാർ അവിടെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ പോയി അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ പെട്ടി അങ്ങനെ എടുത്തിട്ട് വരാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് പെട്ടി പൊട്ടിക്കാം ഗൈസ്. അപ്പോൾ നമ്മുടെ പെട്ടി ഇതാണ് ഗൈസ്. ഇത് നമ്മുടെ ചെറിയ പെട്ടിയാണ് കേട്ടോ. നമുക്കിനി ഒരു പെട്ടിയും കൂടെ ഉണ്ട്. നമുക്കിത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അത് പൊട്ടിക്കാം കേട്ടോ. അപ്പോൾ വീട്ടിൽ നിന്ന് തന്ന വീട്ടിലുള്ള ചിപ്സ്, കപ്പ വറുത്തത് അങ്ങനെയുള്ള സാധനങ്ങളാണ് കേട്ടോ ഇത്. ഈ ഒരു പാക്കേജ് ഉണ്ടോ, ഇത് നമ്മൾ ഡ്രസ്സ് കൊണ്ടുവരുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കവറാണ്. ഡ്രസ്സിന് മാത്രമല്ല നമുക്ക് എല്ലാത്തിനും ഈ ഒരു സാധനം യൂസ് ചെയ്യാം കേട്ടോ. ഇത് എയർ ഫുള്ള് നമുക്ക് അതിൽ നിന്ന് കളഞ്ഞിട്ട് അങ്ങനെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കുറച്ച് സ്പേസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ബാഗാണ് കേട്ടോ ഇത്. ഈ ഒരു പ്ലാസ്റ്റിക് അല്ല, ഈ ഒരു ബാഗ് കിട്ടുന്നത് ആമസോണിൽ നിന്ന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും കേട്ടോ. അപ്പം നിങ്ങൾ എന്തെങ്കിലും ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. എന്തോ എയർ ടൈറ്റ് ബാഗ് അങ്ങനെ എന്തോ മറ്റാണ് പറയുന്നത്. അപ്പോൾ ഇതിന് കണ്ടോ, ഇതിനൊരു ക്യാപ്പൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഇതുണ്ടോ, ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ എയർ ടൈറ്റ് ചെയ്യുന്നത് ഗൈസ്. അപ്പോൾ ഇത് ടൈറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് പ്രഷർ ഫുൾ എടുത്ത് കളഞ്ഞിട്ട് ഇത് അങ്ങനെയാണ് പാക്ക് ചെയ്യുന്നത്. നമ്മളിത് റിലീസ് ചെയ്ത് ഇതിൻ്റെ ക്യാപ്പ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പം ഇത് തന്നെ റിലീസ് ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് പെട്ടിയിൽ കുറച്ചും കൂടെ സ്പേസ് വരും. അപ്പോൾ ഇതിൻ്റെ ഡ്രസ്സാണ് ഗൈസ്, അത് ഞാൻ കാണിക്കുന്നില്ല കേട്ടോ. അടുത്തത് ഇത് നമ്മൾ എവിടെ പോയാലും നമ്മൾ സാധാരണ ബേസിക് നമ്മൾ യൂസ് ചെയ്യുന്ന നമ്മുടെ കുറച്ച് സാധനങ്ങളുണ്ടല്ലോ, മേക്കപ്പ് ഐറ്റംസ് ഒക്കെ നമ്മുടെ ഇന്ത്യയിലാണല്ലോ. എനിക്ക് ഭയങ്കര കാര്യമാണ് ഗൈസ്. അപ്പം അങ്ങനെ നമ്മൾ കുറേ സാധനങ്ങൾ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. ഇത് ഒരു ഫേമസ് ബ്രാൻഡാണ് ഗൈസ്, ഡോട്ട് ആൻഡ് കി. അതിൻ്റെ മോയ്സ്ചറൈസർ, പിന്നെ പ്ലമ്മിൻ്റെ ടോണർ, പിന്നെ കുറച്ച് നമ്മളെവിടെ പോയാലും എടുക്കുന്ന കുറച്ച് മെഡിക്കൽ ഐറ്റംസ് ഉണ്ടല്ലോ ഗൈസ്. ബൊറോളിൻ ഇതൊരു നല്ല ട്രീറ്റ്മെൻറ്റ് ആണ് കേട്ടോ. എല്ലാ സ്കിൻ ഇഷ്യൂസിനും ഇത് ഭയങ്കര യൂസ്ഫുൾ ആണ് ഗൈസ്. പിന്നെ ഇത് ടോണർ എപ്പോഴും നമ്മൾ വാങ്ങിക്കുമ്പോൾ ഒരു 3-4 എണ്ണം നമ്മൾ എക്സ്ട്രാ വാങ്ങിക്കണം. നമ്മളിനി അടുത്ത് തിരിച്ചു പോകുന്നില്ലല്ലോ. പിന്നെ നമ്മൾ വാങ്ങിയത് 3 രൂപ പേന. നമുക്ക് നേഴ്സുമാർക്ക് ഭയങ്കര യൂസ്ഫുൾ ആണ് പേന. അപ്പോൾ നമ്മൾ 3 രൂപ പേന മേടിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടുത്തെ ആൾക്കാർക്ക് ഫിലിപ്പീൻസിനൊക്കെ ഇങ്ങനത്തെ നമ്മുടെ പേന ഇന്ത്യയിൽ ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. വേറെ ഇതൊരു കോജിക് ആസിഡിൻ്റെ സെറമാണ് ഗൈസ്. ഇത് ഡാർക്ക് സ്പോട്ട്സിനൊക്കെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇതാണ് ഗൈസ് പ്ലമ്മിൻ്റെ ഒരു മോയ്സ്ചറൈസർ കേട്ടോ. അപ്പോൾ അങ്ങനെ കുറച്ച് മേക്കപ്പ് ഐറ്റംസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. പിന്നെ സക്സസ് ഒരു 3-4 പാക്കറ്റ് ഉണ്ട് കേട്ടോ. പിന്നെ വൈബിൾ ഗൈസ്, ഇവിടെ കിട്ടില്ലല്ലോ വൈബിൾ അത്രയേ ഉള്ളൂ ഗൈസ്. ഇതെല്ലാം 3-4 പാക്കറ്റ് ഉണ്ടെന്നേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ പാക്കറ്റ് കഴിഞ്ഞു ഗൈസ്. നമുക്ക് ഇതിൽ തന്നെ ഇട്ട് എടുക്കാൻ ഭയങ്കര കൺവീനിയൻ്റ് ആയിരിക്കും ഗൈസ്. പിന്നെ ഏറ്റവും വാല്യൂബിൾ ആയിട്ട് ഞാൻ കൊണ്ടുവരുന്നത് പുട്ടുപൊടിയാണ് ഗൈസ്. ഡബിൾ ഹോൾസ് പുട്ടുപൊടി. ഇവിടെ പുട്ടുപൊടിയും കിട്ടും, എല്ലാ സാധനങ്ങളും നമുക്ക് ശരിക്കും വാങ്ങിക്കാൻ കിട്ടും ഗൈസ്. ഇവിടുത്തെ എല്ലാ സൂപ്പർ മാർക്കറ്റിലും എല്ലാ സാധനവും കിട്ടും. പക്ഷേ നമ്മുടെ നാട്ടിലെ ഒരു വിലയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ ഭയങ്കര പൈസയാണ് ഗൈസ്. ഒരു പുട്ടുപൊടിക്ക് ഏകദേശം 500-ന് മേളിൽ പൈസ കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടുന്ന് മേടിക്കുന്നത്. പിന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച് കുറച്ച് പുട്ടുപൊടി കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. നിങ്ങൾ വരുവാണെങ്കിൽ പുട്ടുപൊടി എടുത്തോളൂ. ഇത് എണ്ണ ഗൈസ്. ഈ എണ്ണയുടെ റിവ്യൂ ഞാൻ പിന്നെ പറഞ്ഞായിരിക്കും. കാരണം ഇതൊരു കാച്ചിയ എണ്ണയാണ് ഗൈസ്. ഇതിൻ്റെ അമ്മ കാച്ചി ഉണ്ടാക്കിയ എണ്ണയാണ്. അപ്പോൾ നമ്മളിതിൻ്റെ സെയിൽ തുടങ്ങുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് മുടി വളരണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇത് ഞാൻ റിവ്യൂസൊക്കെ പറയാം കേട്ടോ. ഇത് ഞാൻ ഓൾറെഡി യൂസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചെറുതിലെ ആ ഒരു സമയത്ത് വീട്ടിൽ നിന്ന സമയത്ത് ഈ ഒരു എണ്ണയാണ് ഉപയോഗിച്ചത്. അപ്പം ആ എണ്ണ അപ്പോൾ കുറച്ച് നാൾ നമുക്ക് വയ്യാതെയൊക്കെ വന്നപ്പോൾ നമ്മളത് ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ നമ്മൾ പിന്നെ ഒരു ബിസിനസ്സായിട്ട് അത് തുടങ്ങിയിട്ടുണ്ട് ഗൈസ്. അപ്പം അതിൻ്റെ ഓയിൽ ഞാൻ കൊണ്ടുവന്നതാണ്. അപ്പോൾ ഇതിൻ്റെ സെയിൽ തുടങ്ങുമ്പോൾ ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ.
ഇവിടെ ഈ ഏറ്റവും കൂടുതൽ നമുക്ക് ഇവിടെ കിട്ടുന്നത് സവോളയാണ് കേട്ടോ. സവോള പലതരത്തിലുള്ള സവോള നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. പക്ഷേ ഇങ്ങനത്തെ ഉള്ളിക്ക് ഭയങ്കര പൈസയാണ് ഇവിടുത്തെ ഈ കുഞ്ഞുള്ളി. അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഫുഡ് ഐറ്റംസിന് വാങ്ങിക്കാറില്ല. പിന്നെ ഒരു കൊല്ലത്തേക്ക് നമുക്കിത് യൂസ് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ എന്നാലും കുറച്ച് നാളത്തേക്ക് നമുക്കിത് എടുക്കാൻ പൈസ. അതുകൊണ്ട് ഇത് കുറച്ച് കൊണ്ടുവരുന്നു കേട്ടോ. പിന്നെ ഈ ചിപ്സ് ഈ ചിപ്സ് നിങ്ങൾ കാണുന്നുണ്ടോ? എൻ്റെ അമ്മയുടെ അധ്വാനമാണ് ഗൈസ്. പറമ്പിലുണ്ടായ എന്താണ് വാഴക്കൊലയിൽ നിന്ന് ഉണ്ടാക്കിയ ചിപ്സാണ് ഗൈസ്. ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കാണാം. നിങ്ങൾ വാഴ ചോദിക്കരുത് ഗൈസ്, ഇത് ഞങ്ങൾക്കുള്ളതേ ഉള്ളൂ. ഇത് കപ്പ വറുത്തതാണ് കേട്ടോ. വീട്ടിലുണ്ടാക്കിയ കപ്പ വറുത്തതാണ്. അമ്മക്ക് ഇങ്ങനെ ഉണ്ടാക്കിയൊക്കെ തരുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. അപ്പോൾ ഇത് വീട്ടിലുണ്ടാക്കിയ കപ്പ വറുത്തതാണ്. ഇതൊക്കെ നമുക്ക് ഇതിൽ തന്നെ എടുക്കാം ഗൈസ്. കാരണം ഇതിപ്പോൾ എടുത്ത കാര്യമില്ല. വേറെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കഴിക്കാനുള്ളതാണ്. നമ്മളിതൊക്കെ ഇപ്പോൾ തന്നെ എടുക്കുകയാണ് ഗൈസ്. വേറെ ഇതിലുള്ളത് ഒരു തേയിലപ്പൊടിയാണ് ഗൈസ്. ഇത് ആർക്ക് എന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. മേ ബി ഞാനത് ഗിഫ്റ്റ് ചെയ്യായിരിക്കും, അല്ലെങ്കിൽ ഞാൻ തന്നെ ചായ കുടിക്കായിരിക്കും ഗൈസ്, അറിയില്ല. പിന്നെന്നുള്ള സേവ ഗൈസ്. സേവ എന്നൊരു കിട്ടുന്ന സേവ ഗൈസ്. നമ്മൾ ഈ സംഘത്തിലൊക്കെ ചായ കുടിക്കാനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന സേവയില്ലേ, അതിവിടെ കിട്ടാറില്ല ഗൈസ്. ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഞാൻ സേവ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതെനിക്ക് ഇഷ്ടമായിരുന്നു, ഞാൻ കിട്ടുന്നതാണ് ഗൈസ്. ഇത് എനിക്ക് മാത്രമുള്ളതാണ്. പുട്ടുപൊടി, ഇതും ഡബിൾ ബോൾസിൻ്റെ ആണ്. എനിക്ക് വെയിറ്റ് കുറച്ച് കൺഫ്യൂഷൻ ഉള്ളത് കാരണം 3-4 പുട്ടുപൊടി ഞാൻ മേടിച്ചായിരുന്നു ഗൈസ്. 5 പുട്ടുപൊടിയൊക്കെ മേടിച്ചു. ലാസ്റ്റ് എല്ലാ പുട്ടുപൊടിയുടെ വെയിറ്റ് ഒക്കെ കയറി വന്നപ്പോൾ ആദ്യം നമ്മൾ വെയിറ്റ് ചെക്ക് ചെയ്തപ്പം ഏകദേശം ഒരു പെട്ടിയിൽ 25, ഒരെണ്ണത്തിൽ 24 മറ്റും വന്നു. അപ്പോൾ നമ്മൾ കുറച്ച് പുട്ടുപൊടി എടുത്ത് വീട്ടിൽ വെച്ച് ഗൈസ്. വിലയാണെങ്കിലും കുഴപ്പമില്ലെന്നൊരു സെറ്റപ്പിൽ നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മൾ വെയിറ്റ് ഒക്കെ ചെക്ക് ചെയ്തിട്ട് വെക്കുക കേട്ടോ. അതാണ് അടുത്ത തേയിലപ്പൊടി. ഈ തേയിലപ്പൊടി അടിപൊളിയാണ് കേട്ടോ. ഈ തേയിലപ്പൊടിയുടെ ഒരു വീഡിയോ ഞാൻ പിന്നീടല്ല അതായത് വീഡിയോ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തായിരിക്കും കേട്ടോ. അപ്പം ഇതൊരു കടയിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. അവരുടെ ചായ എന്ന് വെച്ചാൽ അടിപൊളി ചായയാണ് ഗൈസ്. അവരുടെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഈ ടീമിനെ പറ്റി മനസ്സിലാവും ഗൈസ്. പുട്ടുപൊടി എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ പുട്ടുപൊടി തന്നെ കൂടുതൽ. അടുത്തത് മിച്ചർ ഗൈസ്. മിച്ചറിനെ പറ്റി മിച്ചർ. പിന്നെ നമുക്ക് കൊണ്ടുവന്ന് എന്താ പറയുക ഗൈസ്, അരി. എൻ്റെ വീട്ടിൽ ഏറ്റവും വിഷമം തോന്നി, എൻ്റെ അമ്മക്ക് വിഷമം തോന്നിയത് അമ്മ ഇതുപോലത്തെ ഒരു 3 പാക്കറ്റ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ഗൈസ്, അരി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അരിക്ക് ഇവിടെ വെയിറ്റാണ്, അല്ല വിലയാണ്, അവിടെ നിന്ന് മേടിച്ചോളാൻ പറഞ്ഞിട്ട് ഇതുപോലെ 3 കവറിൽ പാക്ക് ചെയ്ത് വെച്ചിട്ട് ലാസ്റ്റ് ഇതിൽ നിന്ന് എടുത്ത് മാറ്റേണ്ടി വന്നു ഗൈസ്. അതിൽ 2 എടുത്ത് മാറ്റി ലാസ്റ്റത്തെ ഒരു പാക്കറ്റാണിത്. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വിഷമം ഇതായിരുന്നു. ഇന്നലെ നമ്മൾ എയർപോർട്ടിൽ വന്ന് വെയിറ്റ് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ഒരെണ്ണത്തിൽ 19, ഒരെണ്ണത്തിൽ 20 ഉണ്ടായിരുന്നു ഗൈസ്. നമുക്ക് 23 കിലോ വെച്ചെടുക്കാം. പിന്നെ ഹാൻഡ് ക്യാരിയിലാണെങ്കിലും 4 കിലോ ഉണ്ടായിരുന്നു ഗൈസ്. 7 കിലോ നമുക്ക് എടുക്കായിരുന്നു. അപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും വിഷമം വന്ന കാര്യം അരി എടുത്തിട്ട് വരായിരുന്നു. അതായിരുന്നു ഗൈസ്, ആ അരിയാണ്. പിന്നെ ഇത് കണ്ടോ ഗൈസ്, ഇത് തടിയപ്പം അങ്ങനത്തെ ഒരു സാധനമാണ് ഗൈസ്. ഇത് ഈ അമ്പലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. അപ്പം ഇതെൻ്റെ അമ്മയുടെ അമ്മ നാട്ടിൽ പോയപ്പം കൊണ്ടുവന്നാണ് കേട്ടോ. അപ്പം അവിടെ വെച്ച് ഞാൻ കുറച്ചേ കഴിച്ചോളൂ. അപ്പോൾ ഇത് കൊണ്ടുപോകുമോ അവിടുത്തെ പിള്ളേർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ് തന്നു വിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ തടി വെച്ചിട്ടുള്ള ഈ അപ്പം വേറെ ആരും കഴിച്ചിട്ടുണ്ടെന്ന് ഇവിടെ ഒന്നും അങ്ങനെ കഴിച്ചിട്ടുള്ളവർ റെയർ ആയിരിക്കും ഗൈസ്. ഇത് പാളയിൽ എന്തോ വെച്ചിട്ട് അങ്ങനെ ഫുഡൊക്കെ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇത് ഇവിടുത്തെ ഫ്രണ്ട്സിന്, എൻ്റെ റൂംമേറ്റ്സിന് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഗൈസ്. അപ്പോൾ ഒരു പെട്ടി നമ്മൾ കഴിഞ്ഞ് ഗൈസ്. നമുക്ക് അടുത്ത പെട്ടി പൊട്ടിക്കും. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ രണ്ടാമത്തെ പെട്ടി. അപ്പം ഈ സാധനം മറ്റേ പെട്ടിയിൽ നിന്ന് മിസ്സായതാണ് കേട്ടോ. ഫുഡ് ഐറ്റംസിൻ്റെ കൂടെയും അച്ചാറിൻ്റെ കൂടെയും ഇത് വെക്കണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇത് മിസ്സായി പോയി ഗൈസ്. അങ്ങനെ അത് ഇതിനകത്ത് വന്നിട്ടോ. ഈ എൻഗേജിൻ്റെ പെർഫ്യൂമിൻ്റെ സ്പ്രേ സ്പ്രേ അല്ല സ്മെല്ല് ഭയങ്കര അടിപൊളിയാണ് ഗൈസ്. നമുക്കിവിടെ സൗദിയിലൊക്കെയാണല്ലോ ഒരുപാട് പെർഫ്യൂമും അത്രയൊക്കെ കിട്ടുമെങ്കിലും ഈ ഒരു സ്മെല്ല് ഭയങ്കര സ്പെഷ്യലായത് കാരണം ഞാൻ എടുത്തിട്ട് വന്നതാണ് കേട്ടോ ഇത്. ബാക്കി നമുക്കുള്ള കുറേ ഫുഡ് ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ ഇത്. പിന്നെ കുറേ ഞാൻ മേടിച്ചിട്ടുള്ളത് ചിക്കൻ മസാലയൊക്കെയാണ് ഗൈസ്. ഇത് നിറപറയുടെ ചിക്കൻ മസാലയും ശരിക്കും ഞാൻ നോക്കിപ്പോയത് കിച്ചൺ ട്രഷേഴ്സ് ആണ് ഗൈസ്. കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാല എനിക്ക് ആ പോയ കടയിലില്ല, കാരണം ഞാൻ വാങ്ങിയില്ല. ഭയങ്കര മടിച്ചാണ് ഗൈസ് പർച്ചേസിൻ്റെ കാര്യത്തിൽ. അപ്പം അങ്ങനെ ഞാൻ വാങ്ങിയില്ല കേട്ടോ. പിന്നെ കുറേ മല്ലിപ്പൊടി, മുളക് പൊടി, അങ്ങനെ എല്ലാ സാധനങ്ങളും ഞാൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഗൈസ് നമ്മുടെ അച്ചാർ വരുന്നത്. ഇതിൽ എൻ്റെ അമ്മയുടെ ഭയങ്കര അധ്വാനം, ഏകദേശം 2-3 ദിവസത്തെ പുള്ളിക്കാരുടെ അധ്വാനം. 2-3 ദിവസത്തെ അല്ല ഗൈസ്, ഞാൻ ചെന്നപ്പോൾ തൊട്ടുള്ള അധ്വാനം അങ്ങനെ വേണം പറയാൻ. കാരണം മാങ്ങയൊക്കെ ഉണക്കി, ഇലിമ്പിക്ക ഉണക്കി, അങ്ങനെ ഉള്ള അച്ചാറൊക്കെ ഉണ്ട് ഗൈസ്. അപ്പം അതിന് ഒരുപാട് ടൈം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഉണക്കിയൊക്കെ കിട്ടിയിട്ട് വേണം എടുക്കാൻ. അപ്പോൾ ഞാൻ ചെന്നപ്പോൾ തൊട്ട് ഇട്ട അച്ചാറൊക്കെ ഉണ്ട് ഗൈസ്. 1-2 അച്ചാർ ഞാൻ തുറന്ന് കാണിച്ചു കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെയാണ് നമ്മുടെ അച്ചാർ കൊടുക്കുന്നത്. അതൊന്ന് വെച്ച് വയ്ക്കും ഗൈസ്. ഞാനാണെങ്കിൽ വീട്ടിൽ ചെന്ന ദിവസം ചാമ്പങ്ങ
അപ്പോൾ ഞാൻ വീട്ടിൽ ചെന്ന ദിവസം സർപ്രൈസ് ആയിട്ടാണ് വെച്ചത്. അപ്പോൾ അതിന് തലേദിവസം വീട്ടിൽ ചാമ്പങ്ങ മുഴുവൻ പറിച്ച് ഗൈസ്. എനിക്ക് വേണ്ടിയിട്ട് ഒരു ഫ്രീസർ വെച്ചിട്ടുണ്ടായിരുന്നു, അമ്മയും മാളൊക്കെ കൂടിയിട്ട്. അപ്പം ഫ്രീസർ വെച്ചിട്ട് ആ ചാമ്പങ്ങ അവിടെ ഫ്രീസർ കണിക്കായിരുന്നു ഗൈസ്. എന്നിട്ട് അത് നമ്മൾ ഉപ്പിലിട്ടോ. അപ്പോൾ ഉപ്പിലിട്ട ചാമ്പങ്ങ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനകത്ത് തോന്നുന്നു കുറച്ചായിരുന്നു ഗൈസ്. എനിക്ക് തോന്നാൻ പറ്റും അത് വെച്ചായിരുന്നു ഗൈസ്. ഈ തുറന്നാൽ ഇല്ലട്ടോ അങ്ങനെ സേഫ് ആയിട്ടോ നമ്മൾ പാക്ക് ചെയ്യായിരുന്നു. അതാണ് കെട്ടിയിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കി. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതെന്നാ ഇതിൻ്റെ വെള്ളം എന്താ ഇങ്ങനെയാണ്. ഇത് ഞാൻ ആ പറഞ്ഞ ചാമ്പങ്ങ ഉണ്ടല്ലോ ഗൈസ്, ഞാൻ വീട്ടിൽ ചെന്ന സമയത്ത് ഫ്രീസറിൽ വെച്ച് ചാമ്പങ്ങ എടുത്ത് നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ എനിക്ക് തോന്നുന്നു ക്യാപ്പ് എന്തോ ലീക്കാരെന്ന് തോന്നുന്നു ഗൈസ്. ഇത് വെള്ളം പുറത്തായി ഗൈസ്. ഇതിനുള്ളിൽ തന്നെ ഉണ്ട് ചാമ്പങ്ങ മാത്രം അകത്ത്, ബാക്കി ഇങ്ങനെയാണ് ഗൈസ് നമ്മുടെ ചാമ്പങ്ങ ഉപ്പിലിട്ടെന്ന് വന്നേക്കുന്നത്. ചാമ്പങ്ങയുടെ ആ കളറ് ഇത് ഞാൻ നിങ്ങളെ പൊട്ടിച്ചെടുക്കുക ഗൈസ്. ഇതെനിക്ക് പൊട്ടിക്കണം എന്ന് മനസ്സിലായി. നമുക്ക് വേറെ എടുക്കാം, അവിടെ പോയി പൊട്ടിക്കാം. ഈ അച്ചാർ കുറച്ച് ലീക്കായിട്ടുണ്ട്. കാരണം ഇതിൽ ഞാൻ പറഞ്ഞ എന്താണ് ഉണക്കിയ മാങ്ങയും മറ്റേ എന്താണ് ഇലിമ്പിപ്പുളി ഇല്ലേ, അപ്പോൾ അത് വെച്ചിട്ടുള്ള അച്ചാർ കിട്ടുക. അപ്പം അത് ഇത്തിരി അൺസേഫ് ആയിട്ടാണ് നമ്മളത് സിപ്പ് ലോക്ക് ബാഗിൽ തന്നെയാണ് പാക്കിയത്. അപ്പോൾ അത് കുറച്ച് ഇതിൽ തന്നെ കവറിലായിട്ടുള്ളൂ, പെട്ടിലൊന്നും ആയിട്ടില്ല. അപ്പോൾ അത് കുറച്ച് ലീക്കായിട്ടുണ്ട് ഗൈസ്. ഇതിൽ വേറെ എന്തൊരു അച്ചാറും കൂടെ ഉണ്ട് ഗൈസ്. എനിക്ക് തോന്നുന്നു ബീഫ് നമ്മൾ ഇങ്ങനെ റോസ്റ്റ് ചെയ്ത് കൊണ്ടില്ലേ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതും ഇതിലാണെന്നാണ് എൻ്റെ നിഗമനം ഗൈസ്. അത് വേറൊരു പാത്രത്തിലും കൂടെ ഉണ്ട്. പാത്രത്തിലല്ല, ഒരു ടിന്നിനകത്തുണ്ട് ഗൈസ്. ഇതിലും കുറച്ചുണ്ടെന്ന് തോന്നുന്നു. ഇത് കുറച്ച് ലീക്കായിരുന്നു. ഇതിനുള്ളിൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് ഇതാണ് കേട്ടോ നമ്മുടെ അച്ചാർ. ചാമ്പങ്ങ അച്ചാർ, നാരങ്ങ അച്ചാർ, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് അച്ചാറും ഒരുമാതിരി പെട്ട് നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്നതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര അച്ചാറൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഗൈസ്. ഇതാണ് മീനച്ചാർ ഗൈസ്. അപ്പോൾ ബോട്ടെല്ലാം വൃത്തിയാക്കി നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതെല്ലാം ഫ്രിഡ്ജിൽ കയറ്റാൻ പോകണം ഗൈസ്. കുട്ടുവിൻ്റെ മുളകാണ് ഗൈസ്. അച്ഛ തന്നോട്ട കാന്താരി ഉപ്പിലിട്ടത് ഗൈസ്. ഉപ്പിലിട്ടതെന്ന് പറഞ്ഞാൽ വിനാഗിരി ഒഴിച്ച് നമ്മൾ കുറച്ച് അങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട് നിങ്ങൾ കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ മാങ്ങ അച്ചാർ. പിന്നെ ഈ കാണുന്നത് ഇത് കണ്ടോ, ഇതൊരു പഴയ ബോട്ടിലാണ് ഗൈസ്. അത് ചെമ്മീനാണ് ഗൈസ്. നീ കാണിച്ചല്ലോ മീനച്ചാർ, നാരങ്ങ, ഇതും മാങ്ങയാന്ന് തോന്നുന്നു ഗൈസ്. ഇത് നാരങ്ങ, ഇതാണ് ചാമ്പങ്ങ, ഞാൻ ആ പറഞ്ഞ ചാമ്പങ്ങയാണ് ഗൈസ്. പിന്നെ ഇത് മാങ്ങാച്ചാർ ഗൈസ്. നമ്മുടെ ബീഫ് റോസ്റ്റാണ്. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എങ്കിൽ മാത്രമേ എന്തെങ്കിലും വീഡിയോസൊക്കെ ഞാൻ ഇടുമ്പോൾ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.